ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് അപ്രോച്ചാണ്. ഇത് കുട്ടികളെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും സമൂഹത്തിൽ എന്തെങ്കിലും അൺഫെയർ പ്രാക്ടീസസോ എന്തെങ്കിലും ഇൻഇക്വാലിറ്റിയോ ഇൻജസ്റ്റിസോ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റായിട്ട് ശബ്ദമുയർത്താനും അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പഠന രീതിയാണ് ക്രിട്ടിക്കൽ പെഡഗോജി. അതായത് കുട്ടികൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് അറിയാം, ബസ് ഫെയർ സ്ത്രീകൾക്ക് ഫ്രീ ആണ്. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും കണ്ടക്ടർ ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്ന് ഓർഡിനറി ബസ്സിൽ പൈസ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പിള്ളേർക്ക് ശബ്ദമുയർത്താൻ ഒരു എന്താ പറയുക, ആ ഒരു ധൈര്യം കൊടുക്കേണ്ടത് ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വെറുതെ കാണാപ്പാഠം പഠിച്ചു പോയി പരീക്ഷ എഴുതലല്ല, പക്ഷേ എന്ത് കാര്യത്തിനെയും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് അതിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്. ഇത് ഇൻഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പോലോ ഫെറേറയാണ്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെറ്റിനായാലും നെറ്റിനായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് അതിൻ്റെ ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി ആരാണ്? പോളോ ഫെറേറയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. മെയിൻ ഐഡിയാസ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, എഡ്യൂക്കേഷൻ ഷുഡ് ലിബറേറ്റ് പീപ്പിൾ. എഡ്യൂക്കേഷൻ അതായത് നമുക്ക് ശരി ഏതാ തെറ്റേതാന്ന് മനസ്സിലാക്കാനും ഇൻജസ്റ്റിസ് ഏതാന്ന് തിരിച്ചറിയാനും ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് മാറാനും അതേപോലെ സൊസൈറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. പിന്നെ ബാങ്കിങ് സിസ്റ്റത്തിനെ റിജക്റ്റ് ചെയ്യുക. ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ടീച്ചർക്ക് എല്ലാം അറിയാം, പിള്ളേർക്കൊന്നും അറിയില്ല. ടീച്ചർ ഈ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണ പോലെയാണ് ടീച്ചർ എന്ത് ചെയ്യും, സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ഇൻഫോർമേഷൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ എതിർക്കുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ പെഡഗോജി. പിന്നെ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബാങ്കിങ് സിസ്റ്റത്തിൽ ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒന്നും ഉണ്ടാവില്ല പിള്ളേർക്ക്. അതുകൊണ്ടാണ് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും കുട്ടിയും ഒരുമിച്ച് പഠിക്കുക. അവരെ ഡിസ്കഷൻ വേണം, സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതേപോലെ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ പെഡഗോജി. ഇപ്പോൾ സപ്പോസ് പോവർട്ടീനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോവർട്ടീനെ കുറിച്ച് കാണാണ്ട് പഠിക്കണതിന് ഉപരി നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് അത്, ആരെയാണ് എഫക്റ്റ് ചെയ്യണേ, അല്ലെങ്കിൽ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യണേ, എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യണേ, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ കുറയ്ക്കാം എന്നുള്ളതിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ